ഹോശേ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 5-6 വാക്യം പ്രകാരം പറയുന്നുണ്ട്. 4-5 വാക്യം: ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുക, ഹല്ലേലൂയ, അല്പകാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള എൻ്റെ കോപം അവനെ വിട്ടുമാറി. ഹല്ലേലൂയ, ഞാനിനി ഔദാര്യമായി സ്നേഹിക്കും. ഹല്ലേലൂയ, നമുക്ക് ഔദാര്യമായി കിട്ടുന്ന സ്നേഹം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. വേറെ ആര് തരുന്ന സ്നേഹത്തിനും പരിധികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്തെങ്കിലും ഹല്ലേലൂയ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കാം നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ ദൈവം പറയാം, ഞാൻ അവരെ ഔദാര്യമായിട്ട് സ്നേഹിക്കും. ഹല്ലേലൂയ, ഇസ്രായേലിന് ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ ദൈവം എത്ര നല്ല ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സ്വജീവനെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് 33.5 തിരുവയസ്സ് വരെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മുടെ കുറവുകളെ ഹല്ലേലൂയ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, കായ്ക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിനോട് സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക ഈ ദൈവത്തെ വിട്ട് ഹല്ലേലൂയ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. കർത്താവിൻ്റെ വചനം പറയുക, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഔദാര്യമായി സ്നേഹിക്കാം. ഞാൻ നിങ്ങൾക്ക് മഞ്ഞ് പോലെ ഇരിക്കാം. ഹല്ലേലൂയ, മഞ്ഞിൻ്റെ പ്രത്യേകത നമുക്ക് എപ്പോഴും ഒരു കുളിർമ തരും. ഹല്ലേലൂയ, നമ്മൾ ഈ ജീവിതമാകുന്ന പ്രതിസന്ധിയിൽ അല്ലെ പ്രതികൂല ഘട്ടങ്ങളിൽ ജീവിതമാകുന്ന കഷ്ടാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മഞ്ഞ് പോലെ ഹല്ലേലൂയ തണുപ്പ് നൽകുന്ന അനുഭവങ്ങൾ ആവശ്യമാണ്. അതിന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ദൈവത്തിനല്ലാതെ നമുക്ക് മഞ്ഞ് നൽകുവാൻ ഹല്ലേലൂയ തണുപ്പ് നൽകുവാൻ, പുഷ്ടി നൽകുവാൻ മറ്റാരെ കൊണ്ടും കഴിയത്തില്ല. നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഏതുമാകട്ടെ, അവിടെയൊക്കെയും നമ്മളെ സഹായിപ്പാൻ കർത്താവിന് മാത്രമേ കഴിയൂ. യേശുവിൽ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ വിടുവിക്കും. അവിടത്തേക്ക് കഴിയാത്ത ഒന്നുമില്ല. അവിടെ അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ.